ദേ, ആ മുല്ലച്ചൂട്ടിലാണ് നിന്നെ ഉപേക്ഷിച്ചു കൊണ്ടിട്ടിരുന്നത്. ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഞങ്ങൾ ഉണർന്നത്. കൈകാലിട്ടടിച്ച് കരയുന്ന ഒരു പെൺകുട്ടി. സ്വതവേ പരുക്കനായ അടുക്കളക്കാരൻ ചാക്കോച്ചേട്ടൻ അത് പറഞ്ഞിട്ട് തൻ്റെ ജോലിയിൽ മുഴുങ്ങി. ഞാൻ ശാലിനി. അനാഥാലയത്തിൽ സിസ്റ്റർ ഇട്ട പേരാണ്. എല്ലാവരും എന്നെ അങ്ങനെ വിളിച്ചു. കാണാൻ നല്ല ചന്തമുള്ളതിനാലും അടക്കമുള്ള സ്വഭാവമായതിനാലും എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. ഓർമ്മയിലുള്ള കാര്യങ്ങൾ ഒരു തിരക്കഥ പോലെ മനസ്സിൽ തെളിഞ്ഞു വന്നു. വെക്കേഷന് സനാഥരായ അന്തേവാസികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആൾക്കാർ വന്നിരുന്നു. വരുമ്പോൾ മധുര പലഹാരങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരുമായിരുന്നു. എന്നെ കാണാൻ ഇതുവരെ ആരും വന്നിട്ടില്ല. എനിക്ക് അതൊരു ശീലമായി. എന്നെ ഇവിടെ കൊണ്ടിട്ടിട്ട് പോയ ആൾ എവിടെയാണോ? ഓ, അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ വീട് ഈ അനാഥാലയമാണല്ലോ. കാലങ്ങൾ എന്നിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. എൻ്റെ വസ്ത്രങ്ങൾ ചെറുതായി തുടങ്ങി. എല്ലാവരുടെയും നോട്ടം എൻ്റെ നേർക്കായി. ഞാൻ അതൊന്നും ഗൗനിക്കാതെ സിസ്റ്റർ അമ്മയുടെ പുറകെയായിരുന്നു. അതെനിക്കൊരു സുരക്ഷിതത്വമായിരുന്നു. പഠിത്തത്തിലും തയ്യലിലും മറ്റും ഞാൻ മിടുക്കിയായിരുന്നു. അതുകൊണ്ട് എന്നോടെല്ലാവർക്കും ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. ചാക്കോച്ചേട്ടനും സഹായിയായ ചേച്ചിയമ്മയും എന്നെ നോക്കി എന്തോ അടക്കം പറയുന്നു. എനിക്കറിയാം എന്നെക്കുറിച്ചാണ്. എൻ്റെ ശരീരം മൂടി വയ്ക്കുന്നതിലപ്പുറം വളർന്നിരുന്നു. ഇതൊന്നും പറയാൻ എനിക്ക് അമ്മയില്ല, എൻ്റെ സിസ്റ്ററമ്മ മാത്രം. ഋതുഭേദങ്ങൾ മാറിക്കൊണ്ടിരുന്നു. കാലം മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് മഠത്തിലേക്ക് വാഗമണിൽ നിന്നും പാലുമായി വരുന്ന വണ്ടികളിലെ ജോലിക്കാരൻ ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. സിസ്റ്ററമ്മയാണ് ആദ്യം അത് ശ്രദ്ധിച്ചിരുന്നത്. സുനിൽ എന്നാണ് പേര്. വാഗമണിലെ അനാഥാലയത്തിൽ ഒരിക്കൽ ആരോ ഉപേക്ഷിക്കപ്പെട്ടൊരു ജന്മം. ഞങ്ങളുടെ സ്നേഹം സിസ്റ്റർ അമ്മ റാഫേൽ അച്ഛനുമായിട്ട് സംസാരിച്ചു. ആലോചന വാഗമണ്ണിലേക്ക് നീങ്ങി. അവിടെ നിന്നും പച്ചക്കൊടി കാട്ടി. പിന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. വിവാഹ ദിവസം വന്നെത്തി. ലളിതമായൊരു ചടങ്ങായിരുന്നു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ വലിയ സ്വപ്നം. പള്ളിമേടയിൽ നിന്നിറങ്ങി ഉപചാരങ്ങൾ കഴിഞ്ഞു. യാത്രയക്കൽ ചടങ്ങിൽ എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. എൻ്റെയും. ചാക്കോച്ചേട്ടനും ചാച്ചിയമ്മയും കൈയുയർത്തി അനുഗ്രഹിച്ചു. അങ്ങകലെ ഒരു മുല്ലപ്പടർപ്പിന് താഴെ ഒരു സ്ത്രീ കൈകൂപ്പി നിൽപ്പുണ്ടായിരുന്നു. അവരായിരിക്കും എൻ്റെ അമ്മ. അപ്പോഴേക്കും ആ വണ്ടി നീങ്ങിത്തുടങ്ങിയിരിക്കുന്നു വാഗമണ്ണിലേക്ക്. പ്രിയരെ, പുതിയൊരു കഥയായിട്ട് വീണ്ടും കാണാം.